പ്രൈസ് ദി ലോർഡ്. ഈ പ്രഭാത ധ്യാനത്തിനായിട്ട് ലേവ്യ പുസ്തകം 10-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം. നിങ്ങളോ മരിച്ചു പോകാതിരിക്കേണ്ടതിന് സമാഗമന കൂടാരത്തിന്റെ വാതിൽ വിട്ട് പുറത്തു പോകരുത്. മോശ തന്റെ ജനത്തോട് പറയുകയാണ്, നിങ്ങളോ മരിച്ചു പോകാതിരിക്കണമെങ്കിൽ, അർത്ഥാത് നിങ്ങൾ നശിച്ചു പോകാതിരിക്കണമെങ്കിൽ, നിങ്ങളെ ശത്രു കീഴ്പ്പെടുത്താതിരിക്കണമെങ്കിൽ, നിങ്ങളെ ശത്രു തകർക്കാതിരിക്കണമെങ്കിൽ നിങ്ങൾ ദൈവ സാന്നിധ്യം വിട്ട് വേറെ എങ്ങും പോകരുത്. എത്ര അർത്ഥവത്തായ ഒരു വചനമാണ്. ദൈവമക്കളെ, വേടന്റെ വലയിൽ അകപ്പെട്ട പക്ഷിയെ പോലെ ചില സന്ദർഭങ്ങളിൽ നമ്മൾ അകപ്പെട്ടു പോകുക പിശാചിന്റെ പിടിയിൽ. പിശാച് ഊടാടി സഞ്ചരിക്കുക. ദൈവജനത്തിൽ പറയുന്ന മറ്റൊരു വാക്യം ഇങ്ങനെയാണ്: പിശാച് അലറുന്ന ശൃംഗം പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് പറഞ്ഞവൻ ചുറ്റി സഞ്ചരിക്കുക, ഊടാടി സഞ്ചരിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം എന്നെയും നിങ്ങളെയും വീഴിച്ചു കളയുവാൻ, നമ്മളെ ജീവനെ എടുത്തു കളയുവാൻ, നമുക്കുള്ളത് നന്മകളെ തട്ടിത്തെറിപ്പിച്ച് കളയുവാൻ തക്കണം പിശാച് ഊടാടി സഞ്ചരിക്കുമ്പോൾ നമുക്ക് ആപത്ത് വരാതിരിക്കണമെങ്കിൽ, നഷ്ടം വരാതിരിക്കണമെങ്കിൽ നീതിമാനായ ദൈവത്തിന്റെ സാന്നിധ്യം വിട്ട് വേറെ എങ്ങും പോകരുത്. ദൈവസന്നിധിയിൽ എല്ലാം ഉണ്ട്. ആകയാൽ നമ്മൾ എന്തിനാ വേറൊരു സ്ഥലത്ത് പോകുന്നത്? ബോവസ് രൂത്തിനോട് പറഞ്ഞത്, മകളെ, ഇനിയും നീ വയൽ വിട്ട് നീ എങ്ങും പോകണ്ട, നിനക്ക് വേണ്ടതെല്ലാം ഇവിടെ തന്നെ ഉണ്ട്. അതെ, ദൈവസന്നിധിയിൽ നമുക്ക് എല്ലാം ഉണ്ട്. പ്രിയപ്പെട്ടവരെ, എന്തിനാ മറ്റൊരു ദൈവത്തെ തേടി പോകുന്നത്? മറ്റൊരു കർമാചാരത്തിന് വേണ്ടി എന്തിനാ പോകുന്നത്? മറ്റൊരു നിലയിലുള്ള പ്രാർത്ഥനയ്ക്കായി എന്തിനാ പോകുന്നത്? ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. ഈ ദൈവത്തെ വിട്ട് എങ്ങും പോകണ്ട. കർത്താവിനോട് കൂടെ പ്രതികൂലത്തിന്റെ നടുവിലും പ്രയാസത്തിന്റെ മധ്യത്തിലും, അതേ ഏത് വേദനയുടെ സാഹചര്യത്തിലും ഈ ദൈവ സാന്നിധ്യത്തിൽ നിന്നാൽ നമുക്ക് മരണം സംഭവിക്കുകയില്ല. അർത്ഥാൽ നഷ്ടങ്ങൾ സംഭവിക്കാതിരിക്കണമെങ്കിൽ, ശത്രു നമ്മളെ കീഴ്പ്പെടുത്താതിരിക്കണമെങ്കിൽ ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കുക, പാടുക, പ്രാർത്ഥിക്കുക, ആരാധിക്കുക, ആത്മാവിൽ ദൈവത്തെ സ്തുതിക്കുക, ദൈവകൃപയിൽ ദൈവത്തിന് മഹത്വം കരേറ്റുക. അതത്രേ ദൈവം നമ്മളോട് പറയുന്ന വചനമെങ്കിൽ ഇന്ന് പകൽക്കാലം ആ കർത്താവിന്റെ സന്നിധിയിൽ നമുക്കൊരു തീരുമാനമെടുക്കാം. ദൈവമേ, അങ്ങേ വിട്ട് ഞാൻ എങ്ങും പോകുകയില്ല, അങ്ങയുടെ സന്നിധി വിട്ട് ഞാൻ എങ്ങും പോകത്തില്ല എന്നൊരു തീരുമാനമെടുക്കുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന ആപത്തുകൾ ഒഴിഞ്ഞു മാറും. നമ്മൾ ദൈവ സാന്നിധ്യം വിട്ട് മാറിപ്പോയാൽ ശത്രു നമ്മളെ കീഴ്പ്പെടുത്തും. എപ്പോഴും ദൈവത്തോട് ചേർന്ന് ജീവിപ്പാൻ, ദൈവത്തിന്റെ മകനായി, ദൈവത്തിന്റെ മകളായി വിശ്വസ്തയോടെ ജീവിപ്പാൻ ഇന്ന് പകൽക്കാലം നമുക്കൊരു തീരുമാനമെടുക്കാം. ഇങ്ങനെയാകട്ടെ, ദൈവമേ, നിന്റെ സന്നിധി വിട്ട് ഞാൻ എങ്ങും പോകുകയില്ല. ദൈവത്തിന്റെ സ്തോത്രം. എങ്കിൽ നമുക്ക് ഒരു ജീവനുണ്ട്, അനുഗ്രഹമുണ്ട്, നമുക്കൊരു പ്രത്യാശയുണ്ട്, നമുക്കൊരു ഉണർവുണ്ട്, ഉയർച്ചയുണ്ട്. ദൈവം നമ്മെ ഉയർത്തട്ടെ, ദൈവം നമ്മെ നടത്തട്ടെ. ദൈവസന്നിധി വിട്ടു പോകാതെ ഇന്ന് പകൽക്കാലം ദൈവത്തോട് പറ്റിച്ചേർന്ന് ജീവിപ്പാൻ ഒരു തീരുമാനമെടുത്ത് മുൻപോട്ട് പോകാം. അനുഗ്രഹം നമ്മുടെ കൂടെയുണ്ട്. അത് പ്രാപിപ്പാൻ സമർപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.